ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോണത് നമ്മൾ ബീഫ് കറി വെക്കണ മാതിരി ബീഫിൻ്റെ ടേസ്റ്റിലെ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കണത് കേട്ടോ. അത് ആദ്യം തന്നെ ഇതിന് ചെയ്യേണ്ടത്, അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ഈ കടലയുടെ കൂടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ചതച്ചത്, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഇതിലുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല തിരുമ്മി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. കാണിക്കാം കേട്ടോ. അത് നമ്മളിതൊക്കെ ഇടുക കേട്ടോ. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. കറണ്ട് ഉണ്ടായിരുന്നില്ല, അത് കാരണം കയ്യിലത് ചതച്ചത്. കുക്കറിൽ അടിക്കണതല്ലേ, കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട. ആദ്യം ഞാൻ അരിയിട്ട, പിന്നെ അരിയിട്ട് ഇത് അര സ്പൂണാണ് കേട്ടോ. അത് അര സ്പൂണിൻ്റെയാണ്, അതുകൊണ്ട് 4 പ്രാവശ്യം ഇട്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് തിരുമ്പിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. ശരിക്കും പോത്തിറച്ചി എങ്ങനെയുണ്ടോ അതേമാതിരി ഉണ്ടാവും കേട്ടോ. പോത്തിറച്ചി കറി കഴിക്കണ മാതിരി ഉണ്ട്. അവസാനം അതേമാതിരി താളിക്കണം കേട്ടോ. അതും ഞാൻ ചെയ്യണം, കാണിച്ചു തരാം. പോത്തിറച്ചി അത് അടുപ്പം വെച്ചു കേട്ടോ. ഇനി ഇത് ഒരു 5-6 വിസിൽ വരെ നല്ല വേവിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ട് താളിക്കാം. ശരിക്കും ബീഫ് കറി മാതിരി ഉണ്ടാവും കേട്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ അവസാനം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇന്ന് കറിവേപ്പില കിട്ടിയില്ല. ഇന്ന് കറിവേപ്പില കിട്ടിയിട്ടുണ്ട് ലാവിഷായിട്ട്. അത് തന്നെ സൂപ്പർ ബീഫാണ് ചെയ്യുന്നത് കേട്ടോ. കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് മുഴുവൻ കാണിക്കണില്ല. എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ച് ഒരു 5-8 വിസിലടിക്കണം. അപ്പോൾ അടിപൊളിയാവും. അതിന് ശേഷം നമ്മൾ താളിക്കും, ചെറിയ ഉള്ളി ഇട്ടിട്ട്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അണ്ടിക്കല്ലാണ്ട് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 5-8 വിസിൽ വരെ വേവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി നല്ല സൂപ്പറാണ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മകന് വെന്താലേ ഇഷ്ടമുള്ളൂ, അങ്ങനെ വേവണം. ഇനി നമുക്ക് ഒന്ന് താളിക്കാം കേട്ടോ. ഉള്ളി, ഇഞ്ചി, തേങ്ങയൊക്കെ ഇട്ടിട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ആദ്യം നമുക്ക് ഇഞ്ചി ഇടാൻ കുറച്ച്, ചെറിയ ഉള്ളി ഇടാം, കുറച്ച് കറിവേപ്പില ഇടാം. നമ്മുടെ ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് താളിക്കാം. ഇഞ്ചി, ഉള്ളി, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് മൊരിയുമ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് വറുക്കാം. ഇപ്പം നമുക്ക് തേങ്ങ കൂടെ ഇടാം കേട്ടോ.
ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇറച്ചി ഇതിലേക്ക് ഇടാം. അതിന് മുമ്പ് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഇതിൽ മണമൊക്കെ പോയി. ഇത് കുരുമുളകൊക്കെ ഇട്ട് പൊടിച്ചതാട്ടോ. നല്ല മണമുണ്ടാവും. നമുക്ക് കുറച്ച് ഇറച്ചി ഇന്ന് വാരിയിടാം. ഇപ്പോൾ 1 കിലോ ഇട്ടാൽ മതി, പകുതി ഇടാം. അപ്പോൾ ബീഫിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചോറിനെ നോക്കാം. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനെടുക്കാം കേട്ടോ. ഇവിടെ ചോറെല്ലാവരും കുറച്ച് കഴിക്കും. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ഉലർത്തിയതാണ് കേട്ടോ. തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അൽഫാമുണ്ട്, ചിക്കൻ അൽഫാം. പിന്നെ നമുക്ക് ഇവിടെ മാമ്പഴം കാണും. എല്ലാവർക്കും കഴിക്കാനേ മാമ്പഴം നിർബന്ധമാണ്. നമുക്ക് കുറച്ച് യോഗട്ട്. ഇതെനിക്ക് നിർബന്ധം കേട്ടോ. ഇത് വെറുതെ വാരത്തിന് എനിക്കിഷ്ടം. എല്ലാവർക്കും ഇത് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല യോഗട്ട് കഴിക്കാൻ? അതൊന്ന് പറയണം കേട്ടോ. ഇവിടെ ഒരു ദിവസം 1/2 ലിറ്റർ ഫിനിഷാവും. അപ്പോൾ യോഗട്ട്. അപ്പോൾ ഇന്നത്തെ ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളൂ. നിറയെ ആദ്യം മുളകും മല്ലിയും മസാലകളൊക്കെ പുരട്ടി സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നല്ല പെസഞ്ഞ് വെച്ച് ബാക്കിയുള്ളത് തൊട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇതുമാതിരി ബീഫ് ഉണ്ടാക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി.